ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന കൂൺ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പത്തൽമുളക് നമ്മൾ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഞെടുപ്പ് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂണ് മഞ്ഞൾപ്പൊടിയിലിടാം. ഇത് കൂണിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് സവോള എടുക്കണം. അത് കുറച്ച് വലുപ്പമായിട്ട് അരിഞ്ഞെടുത്തിട്ട് മുളക് അത് ചതച്ചെടുക്കണം. ചതയ്ക്കുന്നതിനോടൊപ്പം ഈ സവോളയും കുറച്ചിട്ട് കൊടുക്കണം ചതച്ചെടുക്കാനായിട്ട്. നമുക്ക് പത്തൽമുളകും സവോളയും ചതച്ചെടുത്ത് ഇതാണ് വേണ്ടത്. എന്നിട്ടൊരു ഒരു ചീനച്ചട്ടി അടുപ്പ് എണ്ണ ഊറ്റി വെച്ചിട്ട് ഈ ചതച്ചത് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ല രീതിക്കൊന്ന് മൊരിഞ്ഞാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവയെല്ലാം തന്നെ നല്ല രീതിക്കൊന്ന് മൊരിച്ചെടുക്കണം. അതിന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഈ ഉള്ളിയും മുളകും ചതച്ചത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കൂണെല്ലാം പിഴിഞ്ഞ് നമ്മൾ ഉള്ളിയും മുളകും ചതച്ചതിലോട്ട് ചേർക്കണം. നമുക്കെല്ലാം ഇതിലോട്ട് ഇതുപോലെ തന്നെ പിഴിഞ്ഞ് നല്ല രീതിക്ക് വെള്ളം പിഴിഞ്ഞ് മാറ്റണം. എന്നിട്ട് ഉള്ളിയും മുളകും ചതച്ചതിലോട്ട് മൊത്തം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കൈയെടുക്കാതെ കുറേ നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ഉള്ളിയും മുളകും എല്ലാം ഈ കൂണിലോട്ട് കയറി പിടിച്ച് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. കൂണ് നല്ല വേവുള്ളതാണ്. ഇത് വേകാനായിട്ട് നല്ല ടൈം എടുക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഇതിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കൂണിനിടെ ചേർത്തേക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വറ്റി വരണം. അപ്പോഴത്തേക്കിനും ഇത് വേഗം. ഇത് കുറച്ചധികം സമയം എടുക്കും ഇത് വേകാൻ. ഈ വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് ലെവൽ ചെയ്ത ശേഷം നമുക്കിതൊന്നും അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളമെങ്കിലും വേവിക്കാം. അപ്പം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങും. ഇപ്പോൾ ഇതേ വെള്ളം വറ്റി വരുന്നിട്ടുണ്ട്. ഈ വെള്ളം മൊത്തം വറ്റിത്തരണം, എന്നാലേ നമുക്ക് റോസ്റ്റിൻ്റെ ആ പരുവത്തിൽ കിട്ടത്തുള്ളൂ. കുറച്ച് നേരം കൂടി ആകുമ്പോഴത്തേക്കും ഇപ്പം വെന്തിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളം മുഴുവൻ പറ്റുന്ന സമയത്താണ് ഇത് വേകുന്നത്. ഇത് വെന്ത് ഇതിൽ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയമാകുമ്പം നമ്മൾ ആദ്യമേ ഈ കൂടുതലൂറ്റിയ എണ്ണ ഇതൊന്ന് തെളിഞ്ഞ് വരും. അപ്പം നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ഇതിൽ നിന്ന് എണ്ണ വിട്ട് മാറി വരുന്നത്. ഇതൊന്നും പോരാ, നല്ല രീതിക്ക് തെളിഞ്ഞ് വരും. ആ എണ്ണയിൽ തന്നെ ഇത് കിടന്ന് കുറച്ച് നേരം കൂടി നമ്മളിട്ട് ഇളക്കി മൊരിച്ചെടുക്കും. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂൺ റോസ്റ്റ് റെഡിയാവുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറേശ്ശേ ആയിട്ടുള്ളൂ, നല്ല രീതിക്ക് തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് വല്ലാണ്ടായി പോകും. അപ്പോൾ ആ തിളയ്ക്കുന്നത് ഈ എണ്ണ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അതാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മുടെ കൂണൊക്കെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.